അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഗാനമാണിത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, സുവിശേഷത്തെക്കുറിച്ച് ഒരു വലിയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം ഒരു കാറ്റ് പോലെ പറന്നു പോകുന്നതാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. ആ ദിവസം ഞാനും നിങ്ങൾ ഇവിടുന്ന് പോയേ മതിയാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് നമ്മളെ കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് പോകാവൂ. ദൈവരാജ്യത്തിലേക്ക് നമ്മളെ സ്വർഗം കൊണ്ടുവന്നുവെങ്കിൽ അനേകരെ ദൈവരാജ്യത്തിലേക്ക് കണ്ടുവരുവാൻ സ്വർഗം നമ്മൾ ഉപയോഗിക്കുവാനാകട്ടെ. സമയം മുന്നോട്ട് കടന്നു പോയത് വേദഭാഗത്തേക്ക് കടന്നു വരികയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 7-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-25. മാത്യു ചാപ്റ്റർ 7 verse 24 and 25. വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചു. Therefore, everyone who hears these words of mine and puts them into practice is like a wise man who built his house on the rock. The rain came down and the streams rose and the winds blew against and beat against the house. Yet it did not fall because it had its foundation on the rock.
But everyone who hears these words of mine and does not put them into practice is like a foolish man who built his house on sand. The rain came down and the streams rose, and the winds blew and beat against the house, and it fell with a great crash. When Jesus had finished saying these things, the crowd were amazed at his teaching, because he taught as one who had authority and not as teachers of the law. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. Those who hear these words of mine and put them into practice is like a wise man who builds his house on a rock. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. A child of God, if you hear from the word of God and obey it, only then can you get into the kingdom of heaven. ദൈവവചനത്തിന്റെ അനേക വലിയ സത്യങ്ങൾ നമ്മുടെ അരിമനാഥനായ കർത്താവ് ഈ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. There are many great truths written in Matthew chapter 5, 6 and 7 about the kingdom of God. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളുടെ ഒരു ആകെത്തുക ദൈവഹിതത്തിന്റെ ഒരു ദൈവത്തിന്റെ സ്വന്തം സമൂലമായിരിക്കുന്ന ആ ഒരു ബ്രീഫ് ഐഡിയാസ്, ഒരു ബ്രീഫ് ഉപദേശങ്ങൾ ഈ വേദഭാഗം In these 3 chapters, it contains the nutshell of what God's aim for us in our life is. യേശു പറഞ്ഞു, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ബുദ്ധിയുള്ള പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. He says that if you heed these words, it is just like a wise man who built his house on a rock. സദൃശവാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. We read in the word of God like this. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളങ്ങളെ അവൻ ഒഴിഞ്ഞു പോകുന്നു. And the traveling of a wise man is always upwards, and he tends to leave back the ones that is below. ലോകത്തിലെ സകല ബുദ്ധിമാന്മാരും പോകുവാൻ ആഗ്രഹിക്കുന്നത് മേലോട്ടാണ്. All the wise men of the world would like to go up in life. കീഴെയുള്ള പാതാളങ്ങളെ അവൻ ഒഴിഞ്ഞു പോകുന്നു. And he refuses to look down at the valley. ഞാൻ ഈ രാജ്യത്ത് കടന്നു വന്നു. When I came to this country, ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. there are many things that I learned. ഇവിടെ ഉള്ളവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ലൈഫ് ഉണ്ട്. I understand that there's a very comfortable life for everyone. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ തന്നത് അനുഭവിക്കുമ്പോഴും നമ്മുടെ ചിന്തകൾ അപ്പുറത്തേക്ക് നീണ്ടുപോകണം എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. I will remind you that when you all have comfort and we are in the comfort zone here, always think about the heavenly thoughts at all times. അമേരിക്കയിൽ വന്നതുകൊണ്ട് നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. And we don't see that just because we reached America, our journey has ended. നമ്മൾ ചെന്ന് ചേരേണ്ടതായിരിക്കുന്ന ഒരു ദൈവരാജ്യമുണ്ട്. And there is a kingdom of heaven that we need to get into. അവിടെ ചെന്ന് ചേരുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം. Our main aim should be that we have to get there somehow. ഇന്ത്യയിലോ കേരളത്തിലോ ഉള്ളവർക്ക് ഇവിടെ വരുന്നത് ഒരു വലിയ കാര്യമാണ്. And people, those who are in Kerala or India, it's happy for them to come here. ഇവിടെ എന്തൊക്കെയോ സുരക്ഷിതത്വങ്ങളുണ്ടെന്ന് അവർ ചിന്തിക്കുന്നു. They think that there are certain securities here. ഒക്കെ നല്ലത് തന്നെയാണ്. It is all good. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ചെന്ന് ചേരേണ്ട രാജ്യത്ത് ചെന്ന് ചേരണം. അതിന് ബുദ്ധി ആവശ്യമാണ്. But there is a place or a country that you need to get into. You need to be wise about it. അതിന് ആത്മീകമായിരിക്കുന്ന ശരിയായിട്ടിരിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കേണ്ടത് ആവശ്യമാണ്. You have to walk through spiritual ways to get there. ഇവിടെ വന്നതുകൊണ്ട് ആരും ദൈവരാജ്യത്തിൽ പോകുകയില്ല. Just because you came here to this land, you won't go to heaven. ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ദൈവവചനം പറയുന്നത് ചെയ്യണം. And if you need to get into heaven, you need to obey what is written in the Word of God. കർത്താവായ യേശുക്രിസ്തു അതിനുവേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു. And the Lord gave an analogy like this. രണ്ടുപേരെ ഭവനങ്ങൾ പണിയാൻ ആഗ്രഹിക്കുന്നു. That 2 people decided to build house. ഒരുവൻ പാറമേൽ അടിസ്ഥാനമിട്ട് പണിതു. The first person builds his house on a rock. വേറൊരുവൻ മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിതു. And the other person put his foundation of his house on sand. കാറ്റും കോളും അടിച്ചു. When the wind came about, പാറമേലുള്ള വീട് അടിസ്ഥാനമുള്ളതാകിയാൽ അത് നിലനിന്നു എന്നും, and because the house of the first guy was on the rock, it stood. മണലിന്മേൽ വീട് പണിതവൻ തകർന്നുപോയി എന്നും വായിക്കുന്നു. And the person who built his house on the sand, his house was destroyed. ഒരുവന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ പണി എപ്രകാരമായിരിക്കണമെന്ന് അരിമനാഥനായ കർത്താവ് ഈ വേദഭാഗത്തോട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. The Lord is teaching us as to
to what and how your foundation in life should be. ഈ ലോകത്തിൽ ആശ്രയം വെച്ചാൽ പ്രിയമുള്ളവരെ ദൈവരാജ്യത്തിൽ പോകുവാനൊക്കത്തില്ല. A child of God, if you trust in this world, you will never be able to get into the kingdom of heaven. ഇവിടെ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഒരുപോലെയാണ്. And those who have things here and those who do not have things here, all are alike. നമ്മൾ ഈ ലോകത്തിൽ കുറെ സ്വത്തുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുവാൻ കഴിയും. And if you are rich in this world, you can live in this world. പക്ഷേ ലോകത്തുള്ള സകല മനുഷ്യരും ഒരുപോലെയാകുന്ന ഒരു ദിവസമുണ്ട്. But there is a time when everyone will be equal. ഒരു വ്യത്യാസവും എല്ലാവരും ഒരുപോലെയാകുന്ന ഒരു ദിവസമുണ്ട്. And there is a time when there is no indifference, everyone will be equal. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാനൊരു കഥ പറയട്ടെ. Let me tell you a small story. രണ്ടുപേരൊരു മരുഭൂമി താണ്ടുവാൻ പോകുകയാണ്. And two people are going through a desert. അവരുടെ മോർണിംഗിൽ രാവിലെ അവർ യാത്ര തിരിച്ചു. They started their journey in the morning. അവർ മരുഭൂമിയുടെ കവാടത്തിൽ വാതിൽക്കലെത്തി. And they came to the brim of the desert. അവിടെ ഇപ്രകാരം ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു. And there is a sign that says like this. ഇവിടുന്ന് ഒരുപടി മണ്ണ് വാരുന്നവരെ ദുഃഖിക്കും, വാരാത്തവരെ ദുഃഖിക്കും. And those who take one handful of sand from here will also be saddened, and the person who does not take it will also be saddened. രണ്ട് സുഹൃത്തുക്കളും മുഖത്തോട് മുഖം നോക്കി. So these two friends are looking at each other. എന്നാ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവിടുന്ന് ഒരുപടി വാരുന്നവരെ ദുഃഖിക്കും, വാരാത്തവരെ ദുഃഖിക്കും. Why is it written like this? If you take the sand from here, you will have to go sad. If you don't take it, you will still be sad. അവര് രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തി. And both of them came to a decision. ഒരുവനോട് പറഞ്ഞു, And the one person tells his friend, നീ ഒരുപടി വാരിക്കോളൂ, why don't you take one handful? ഞാൻ ഒരുപടി വാരുന്നില്ല. And I am not going to take one handful. നമ്മൾ രണ്ടുപേരും ദുഃഖിക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. What, according to the sign, it says that both of us will be sad. ഒരുവൻ ഒരുപടി മണൽ വാരി തന്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. So the first guy takes a little bit of sand and puts it in his pocket. രണ്ടാമത്തെ ആൾ മണൽ വാരിയില്ല, രണ്ടുപേരും യാത്ര തിരിച്ചു. So the second person did not take the sand and they started their journey. വൈകുന്നേരമായപ്പോൾ ഈ മരുഭൂമി ഏതാണ്ട് പൂർണ്ണമായി യാത്ര ചെയ്തു. And towards the evening, they have traveled a long distance in this desert. അവരുടെ ഉണ്ടായിരുന്ന ആഹാര സാധനങ്ങൾ കഴിക്കേണ്ടത് അവരൊരു മരത്തണലിൽ വിശ്രമിക്കുവാൻ ആരംഭിച്ചു. And they took all the things that they brought for food and they started resting under a tree. യാദൃച്ഛികമായി ഈ ഒരുപടി മണൽ വാരിയ ആ വ്യക്തി തന്റെ പോക്കറ്റിൽ അവസാനം അറിയാതെ ഒന്ന് കൈയിട്ടു. And this person who took one handful of sand by mistake, he put his hand inside his pocket. നല്ല സൗണ്ട്, നല്ല കിലുക്കം കേൾക്കുന്നു. And he hears a good sound there. അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ടു. And he put his hand deeper into the pocket. വാരിയിട്ട മണൽ എടുത്തു വാരി നോക്കി. And he takes out the sand that he put back in and he takes it out and looks at it. മുഴുവൻ വിലപ്പെട്ട രത്നങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. And it has all turned into great gems. അവനൊരൊറ്റ കാഴ്ചയിൽ ഒരൊറ്റ ശബ്ദത്തിൽ ഒരൊറ്റ നിലവിളിയാണ്. And he started screaming out with astonishment. എന്താണ് അവന്റെ നിലവിളി? What, do you know what he was crying about? എനിക്ക് ഒരു പിടി കൂടെ വരാൻ പറ്റിയില്ലല്ലോ. I could not get a little bit more. If I known this, I would have taken a little bit more. ഞാൻ ഒരു പിടി വാരി, And I took a little bit, only one handful. എനിക്ക് ഒന്നുകൂടെ വരാൻ പറ്റിയില്ലല്ലോ. I was not able to get another handful. അവൻ മറ്റൊരു നിലവിളിയാണ്. And the other person is also crying. അവനെന്താ പറയുന്നേ? And you know what he said? എനിക്ക് ഒരു പിടി പോലും വരാൻ പറ്റിയില്ല. He says that I was not even able to get one hand. മനസ്സിലായ പ്രിയമുള്ളവർ, ഇതായ ലോക ജീവിതം. Do you understand? This is the life of ഇവിടെ earth. ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയാണ്. Everybody who has and the person who does not have is the ഉള്ളവൻ same. പറയുന്നു എനിക്ക് ഒന്നുകൂടെ വരണം. The person who has says that I wanted more. ഇല്ലാത്തവൻ പറയുന്നു എനിക്ക് ഒന്നും വരാൻ The പറ്റിയില്ലല്ലോ. person who did not have says that I did not get anything. ദുഃഖമല്ലേ മനുഷ്യ ജീവിതം. And isn't that our lives? ദൈവത്തിന് സ്തോത്രം. ഇവിടെ വാരുന്നവൻ ഇങ്ങനെ ഇരിക്കും. And everybody who gains on this earth will just be like this. വിശുദ്ധ വേദപുസ്തകത്തിൽ അബ്രഹാമിന്റെ ഒരു ചരിത്രമുണ്ട്. And there is a story about Abraham written in the Word of God. ലോത്ത് അവനോടുകൂടെ പുറപ്പെട്ടു. And God along with him. അവര് തമ്മിൽ വേർതിരിഞ്ഞു. And they separated their ways. ലോത്ത് നോക്കിയപ്പോൾ യോർദാന്റെ കരകൾ കണ്ടു, നല്ല സമ്പുഷ്ടമായിരിക്കുന്ന ആ പ്രദേശം. And Lot saw the great and fertile land of Jordan. അവന്റെ കൂടാരം അവൻ നീക്കി അടിച്ചു. സമൃദ്ധി ലോകത്തിന്റെ ആ സകല നന്മകളും കണ്ടവൻ കൂടാരങ്ങൾ നീക്കി അടിച്ച് സോദോം വരെ അടിച്ചു. He started pitching his tent closer and closer to the pleasures of the world, and finally he ended up in Sodom. അബ്രഹാം തിരിഞ്ഞു നോക്കി. And Abraham looks back. അവന് ഒരു ഫലഭൂയിഷ്ഠിയുടെ പ്രദേശവുമില്ല. There was no fertile land to be found. പക്ഷെ അവനോട് ദൈവശബ്ദം ഉണ്ടായിരുന്നു. But there was the voice of God with him. ദൈവത്തിന്റെ The വചനമുണ്ടായിരുന്നു. word of the Lord was with him. അവൻ തിരിഞ്ഞു നോക്കി. And he looks back. മരുഭൂമി കണ്ടു. And he sees desert. ദൈവം പറഞ്ഞു, And the Lord said, ഇത് ഞാൻ നിനക്ക് തരാം. I am going to give you this. ദൈവത്തിൽ രണ്ടുപേരും രണ്ട് വഴിക്ക് യാത്ര തിരിഞ്ഞു. And there are two people who went two ways. ഒരു ദിവസം സംഭവം ഉണ്ടായി. And one says something happened. ലോത്ത് സോദോം വിട്ട് ഓടുകയാണ്.
ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായിരിക്കുന്ന ഒരു ഭവനത്തിന് വേണ്ടി കാത്തിരുന്നു. And he was waiting for the foundation, the house that God put the foundation on. ദൈവമക്കളെ, ഹല്ലേലൂയ. Hallelujah. ശ്രദ്ധിക്കണമേ, ഈ ലോകത്തിൽ ബുദ്ധിമാന്മാരായി ജീവിക്കണം. And you have to be Praise the Lord. എന്റെ വചനങ്ങളെ കേട്ട് അതുപോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. If you hear my word and live accordingly, you will just be like a wise man. ഈ ലോകത്തിന്റെ യാതൊരു കൺവെൻഷനുകളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കരുത്. None of the blemishes of this world should get into our lives. സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും നോക്കി ചുറ്റിത്തിരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. And Satan is just like a roaring lion looking whom to devour. ഇത്രയും നാളും ജീവാവസാനം വരെ ഹോളിൽ വന്ന് കൈയടിച്ച് പാടിയതിന് പ്രതിഫലമില്ലാതെ പോകരുത്. And though if you come to this hall and if you worship, if you clap your hands, there should be a reward for that. Hallelujah. ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത് വരെയും നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Until the time we reach heaven, let us be careful enough to lead a holy life. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. And the wise man's journey is always up. കീഴെയുള്ള പാതാളത്തെ അവർ ഒഴിഞ്ഞു പോകുന്നു. He is living whatever is in the valley. എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, Those who understand and listen to my words, അവൻ പണിയുന്ന ആത്മീയ ഗ്രഹം എന്നും നിലനിൽക്കും. the house, the spiritual house that he builds will always stand. ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്. In this world there is troubles. ഈ ലോകത്തിൽ രോഗമുണ്ട്. There is sickness. ഈ ലോകത്തിൽ ദുഃഖവും പ്രയാസങ്ങളുമുണ്ട്. There is sadness and ഈ persecution. ലോകത്തിൽ അനേക പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. We have to go through certain difficulties on this തൊഴിൽ earth. പ്രശ്നങ്ങളുണ്ട്. And there is problems in your workplaces. പക്ഷേ ഇതിന്റെ ഒക്കെ മധ്യത്തിൽ ദൈവത്തിന് സ്തോത്രം, രാവിലെ കാലം നമ്മൾ കേട്ടതായിരിക്കുന്ന ബൈബിൾ ക്ലാസിന്റെ അങ്ങനെ ആശയമുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും ദൈവത്തിന് സ്തോത്രം, കഷ്ടത വന്നാലും പ്രയാസം വന്നാലും യേശുവിന് വേണ്ടി നമ്മൾ ജീവിക്കും. Regardless of any difficulties that you face in this earth, you yet still have to live for Jesus Christ. ദൈവവചനത്തെ ലോകത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തുള്ള പുറകെ പോകരുത്. And don't go back to the world. ദൈവവചനം ആത്മീയ രാജ്യം പണിയുവാൻ വേണ്ടിയാണ്. And the word of God is used to build up that kingdom. ദൈവവചനം ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുവാൻ വേണ്ടിയുള്ളതാണ്. The word of the Lord is used to get a man to heaven. ദൈവവചനത്തിന്റെ പ്രവചനങ്ങൾ നിന്റെ ഭൗതിക ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. And it is not to be used for your own financial blessing. ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുമ്പോഴാണ് ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നിസ്സാരമാണെന്ന് മനസ്സിലാകുന്നത്. It is when you understand about the kingdom of heaven that you would realize that anything on this earth is nothing. ഇവിടെ നമ്മൾ ധനവാനായി തീർന്നാലും നിന്റെ ആയുസ് ഇവിടെ പിടിച്ചു വെക്കുവാൻ ഒക്കത്തില്ല. And even if you are rich here, your life is not sustained here on this earth. ഏത് ധനവാനും ഈ ലോകം വിട്ടു പോകും. Any rich man will one day have to leave this earth. ഏത് മിടുക്കനും ഈ ലോകം വിട്ടു പോകും. Any smart guy would also have to leave this earth. ദൈവരാജ്യം ഉറപ്പാക്കണമെങ്കിൽ ദൈവവചനം അനുസരിക്കണം. If you need to secure the kingdom of heaven, you have to obey the word of God. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. And you have to work for the kingdom of God. ദൈവരാജ്യത്തിലേക്ക് ജനങ്ങളെ പ്രവേശിപ്പിക്കാനുള്ള പദ്ധതിക്ക് രൂപമെടുക്കണം. And you have to make way so that people enter this great truth. യേശുവിനെ സ്നേഹിക്കണം. You have to love Christ. ദൈവത്തിന് സ്തോത്രം. ഇന്നിതാ കർത്താവിന്റെ തിരുമേശയിലേക്ക് നമ്മൾ തുടർന്ന് കടന്നു പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണം. യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം തുടരുക. And we have to continue our life loving Christ. യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. That's what Jesus wants of us. യേശു ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും അവന്റെ സന്നിധിയിൽ ചെല്ലണമെന്നാണ്. And Jesus wants each and every one of us to be in His presence. ലോകത്തിൽ ആരും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും Even though there's nobody who loves us in this world, നമുക്ക് വേണ്ടി മരിച്ച യേശു നമ്മളെ സ്നേഹിക്കുന്നു. there is a Jesus who loves us, who died on the cross of Calvary. മകളെ എന്ന് വിളിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ ദൈവത്തിന് സ്തോത്രം, ആ സ്നേഹമുള്ള സ്വരം നമ്മളെ കേൾപ്പിക്കുകയാണ്. With that great words of love, He calls us son and daughter. ആ സ്നേഹിക്കുന്നവരെ ആ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയല്ല. And let us go very close to that great presence. ആ പൊന്നുഹിതം എന്തെന്ന് അവിടുത്തോട് ചോദിക്കാം. And let us ask Him, Lord, what's your will in my life? അങ്ങേക്ക് വേണ്ടി എന്തും ചെയ്യണം എന്ന് യേശുവിനോട് Let ചോദിക്കാം. us ask Him, Lord, what shall I do for you? എനിക്ക് അങ്ങയെ പിരിയാതെ ജീവിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിക്കാം. Lord, I want to be close to you. How should I live my life? നമ്മളെ വഴിതെറ്റിക്കാത്ത ഒരുവരെയുള്ള കർത്താവായ യേശു. There's only one person that will not show you the right path, is Jesus. അവിടുന്ന് പറയുന്ന വാക്കുകളെ കേട്ടുകൊണ്ട് And if you listen from the word of Jesus, ഒരു നല്ല ആത്മീയ ഗ്രഹം പണിത് ഈ ഭൂമിയിൽ ധന്യനായി തീരുവാൻ
സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. Let God bless us so that we might be able to build up the spiritual house for God and listen to the words that He tells us. ഞാൻ എന്റെ വാക്കുകളോട് Let അവസാനിപ്പിക്കുകയാണ്. me cut short my words here. ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാടും ഉണ്ടായിരിക്കണം. You need to have a great vision in your life. അത് ഈ ലോകത്തിന്റെ ആത്മീയ താല്പര്യങ്ങളല്ല. It is not the interest of this world. അത് തികച്ചും ആത്മീയ താല്പര്യങ്ങളാണ്. It has to be a spiritual vision. അഴിഞ്ഞു പോകുന്ന ലോകത്തിൽ, നിലനിൽപ്പില്ലാത്ത ലോകത്തിൽ And this unstable earth. ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാം. And let us live for the kingdom of God. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. May God bless each and every one of us.